Hello guys, welcome back to my YouTube channel. അപ്പോൾ ഞാനിങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഒരു ഇൻട്രോ ഒക്കെ എടുക്കുന്നുണ്ടെങ്കിലും ഞാൻ ഭയങ്കര സങ്കടത്തിലാണ്. അതായത് ഹാഫ് സന്തോഷം ഹാഫ് സങ്കടമില്ലേ, ആ ഒരു സ്റ്റേജിലാണ് ഞാനിപ്പോൾ ഉള്ളത്. എനിക്ക് എൻ്റെ വീട്ടുകാരും എൻ്റെ ചെറുക്കനും കൂടെ നാട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്ന പെട്ടി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഞാൻ കാണിച്ചു തരാം. 23-24 കിലോൻ്റെ അടുത്താണ് എൻ്റെ പെട്ടീൻ്റെ വെയിറ്റ് വരുന്നത്. അത്രയും സാധനങ്ങളാണ് എനിക്ക് എൻ്റെ വീട്ടുകാർ എനിക്ക് ഭയങ്കര സ്നേഹത്തോടെ അയച്ചിട്ടുണ്ടായിരുന്നതാണ്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്ന എൻ്റെ ആ ഒരു എന്താ പറയുക, എനിക്ക് ഇത് സർവീസ് ചെയ്തിട്ടുണ്ടായിരുന്ന അവരെന്ന് പറഞ്ഞാൽ അവരുടെ സർവീസ് ഭയങ്കര 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 കോസ്റ്റാണ്. ഞാൻ ആർക്കും ഇത് റെക്കമെൻഡ് ചെയ്യില്ല. അപ്പോൾ നെഗറ്റീവാണത്. എനിക്കത് ലാസ്റ്റ് പറയാനാണ് ആഗ്രഹം. ആദ്യം തന്നെ എൻ്റെ അമ്മയും ചേച്ചിയും ചേട്ടന്മാരും അച്ചാച്ചനും ചെറുക്കനും എല്ലാവരും കൂടെ എനിക്ക് അയച്ചിട്ടുള്ള ഈ പെട്ടിയിൽ എന്തൊക്കെയാണോ ഉള്ളതെന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാൻ ഓൾറെഡി ഇതെല്ലാം അൺറാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു തരാം കേട്ടോ. ഞാൻ ഓൾറെഡി അൺറാപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ വീണ്ടും തിരിച്ചെടുത്ത് പെട്ടിയിൽ വെച്ചേക്കാണ്. അപ്പോൾ ഒന്നും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്തൊക്കെയാണ് ഇതിലുള്ളതെന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ എനിക്ക് ഇത്രയും ഡ്രസ്സുകളാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. ഇതെല്ലാം നമ്മളുടെ സമേറ എന്ന് പറയുന്ന ക്ലോത്തിങ് ബ്രാൻഡിൻ്റെ കേട്ടോ. അപ്പം അതിൽ നമ്മളിങ്ങനെ നമ്മളുടെ ഓരോ പീസസ് ഇറക്കുമ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. എനിക്കിത് കൊള്ളായിരുന്നു, എനിക്കിത് ഇടാൻ കിട്ടിയായിരുന്നെങ്കിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നമ്മുടെ കയ്യിൽ ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഇത് ഒരു മിനിറ്റ് ഞാൻ കൊണ്ടുവയ്ക്കട്ടെ. നല്ല വെയിറ്റ് ഉണ്ട്. 15 സെറ്റാണ് എനിക്ക് ചേച്ചി അയച്ചിട്ടുള്ളത്. നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതിൽ എൻ്റെ സൈസ് വരുന്ന സാധനങ്ങളാണ് എനിക്ക് അയച്ചിട്ടുള്ളത്. അതിലൊരു ഡ്രസ്സ് കേട്ടോ ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഡ്രസ്സിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞുതരാം. അപ്പം അത്രയും ഡ്രസ്സാണ് എനിക്ക് നാട്ടിൽ നിന്ന് അയച്ചിട്ടുള്ളത്. അതായിരുന്നു ആദ്യത്തെ സാധനം കേട്ടോ. ഓക്കെ, ഇനി നെക്സ്റ്റത്തെ എൻ്റെ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. അതായത് എനിക്ക് എൻ്റെ ലെറ്ററൊക്കെ വായിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതായത് ഞാൻ ലെറ്റർ എഴുതും, അതിങ്ങനെ ബാക്കി ആൾക്കാർക്ക് കൊടുക്കാനും എനിക്കിഷ്ടമാണ്. അതുപോലെ എനിക്കിങ്ങനെ ലെറ്റർ എഴുതാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അങ്ങനെ ലെറ്റർ കിട്ടിയിട്ടുണ്ടോ? ഭയങ്കര കുറവാണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ, ഓർമ്മയില്ല എനിക്ക്. അപ്പോൾ എനിക്കതിൽ ഭയങ്കര എനിക്കിഷ്ടമാണെന്ന് അറിഞ്ഞിട്ട് ചെയ്തതാണ്. അതായത് എനിക്കത് ഇഷ്ടമാണ് എന്ന് അറിഞ്ഞിട്ട് ഈ നാട്ടിൽ നിന്നൊരു ലെറ്റർ ഉണ്ട്. ആൻഡ് എൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞെങ്കിലും എനിക്ക് ഒരുപാട് ഗിഫ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എനിക്ക് ഈ ഗിഫ്റ്റ് കിട്ടിയിട്ടുള്ളത്. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഗിഫ്റ്റാണ് ഞാൻ കാണിച്ചത്. ഇതാണ് എനിക്ക് തന്നിട്ടുണ്ടായിരുന്ന ബർത്ത്ഡേ ഗിഫ്റ്റ്. ആരാന്നല്ലേ, ഒരു മിനിറ്റ്. എനിക്ക് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് തന്നിട്ടുള്ളത് എൻ്റെ ചേച്ചീൻ്റെ ഗിഫ്റ്റാണിത്. അപ്പോൾ ചേച്ചി കുഞ്ഞു ചെറുക്കനും കൂടിയാണ് ലെറ്റർ ഒക്കെ എഴുതിയിട്ടുള്ളത്. ആദ്യം ഞാൻ ഗിഫ്റ്റ് എന്താണെന്ന് കാണിച്ചു തരാം കേട്ടോ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ട്രാൻസിഷൻ വീഡിയോ ഒക്കെ എടുക്കണം എന്നൊക്കെ. അപ്പോൾ അതിലിങ്ങനെ വലിയ കമ്മലിട്ട് ഇങ്ങനെ തിരിയണം എന്നൊക്കെ. അപ്പോൾ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ലേ, ഭയങ്കര അടിപൊളി. എനിക്കറിയത്തില്ല എനിക്കിത് ചേരോ ഇല്ലേന്നൊന്നും, പക്ഷെ എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അയ്യോ, നല്ല രസമുള്ള ഒരു ഇയറിംഗ് ആണിത്. ഇനിയുണ്ട് ഇനി അതേപോലെ തന്നെ കുറച്ച് ഹെവി ആയിട്ടുള്ള വേറൊരു ഇയറിംഗ്. ഇത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം. പിന്നെ ഒരു സ്റ്റഡ്, വീണ്ടും ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. വീണ്ടും ഒരു സ്റ്റഡ്. പിന്നെ ഇതെല്ലാം ഞാനിങ്ങനെ സംസാരിക്കുമല്ലോ, നമ്മൾ വിളിക്കുമ്പോൾ എനിക്ക് അത് വേണം, എനിക്ക് ഇത് വേണം, എനിക്ക് അതില്ല, എനിക്ക് ഇതില്ലാതെ പറയുന്നതാണ് ചേച്ചി എനിക്ക് അയച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു നെക്ക് പീസ്, പിന്നെ അതിൻ്റെ തന്നെ കുറച്ച് നമുക്ക് മാച്ച് ചെയ്തൊക്കെ ഇടാൻ പറ്റുന്ന ഒരു ബ്രേസ്ലെറ്റ് കയറും ഇട്ട് കാണിച്ചാൽ ഞാൻ. ബ്രേസ്ലെറ്റ് നല്ല രസമില്ലേ, നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു. പിന്നെ ഇനിയുണ്ട്, ഇനി നമുക്ക് കുറേ ബുഷ് നമ്മുടെ മുടി കെട്ടാൻ വേണ്ടിയിട്ട് കൊള്ളാമെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഇനി ഞാൻ ഈ ലെറ്റർ വായിക്കട്ടെയോ? ഇതെനിക്ക് ചേച്ചി എഴുതിയ ലെറ്ററാണ്. ഞാൻ വായിക്കാം. നിങ്ങൾക്ക് ബോറടിക്കുന്നു തോന്നുന്നവർ സ്കിപ്പ് ചെയ്തു കേട്ടോ. ഞാൻ ഇതെന്തായാലും വായിക്കട്ടെ.
ഡിയർ തെരേസ, ഇത് നിനക്ക് കിട്ടുമ്പോഴേക്കും ചിലപ്പോൾ ജൂൺ 7 കഴിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഇത് നേരത്തെ തരുന്നതാണല്ലോ. സോ അതുകൊണ്ട് ഹാപ്പി ബർത്ത്ഡേ ഡിയർ കുഞ്ഞെ. എന്നെങ്കിലും നമുക്ക് നിന്റെ ബർത്ത്ഡേ ഒരുമിച്ച് ആഘോഷിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിന്നെ മിസ് ചെയ്യുന്നുണ്ട്. നീ വേഗം വരണേ. എന്നിട്ട് ബ്രാക്കറ്റിലെ ഇത് ഞാൻ ചുമ്മാ പറഞ്ഞതാ, മെല്ലെ വന്നാലും മതിയെന്ന്. പിന്നെ നിന്നോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിന്റെ സംശയം ഇച്ചിരി കുറയ്ക്കണം. നല്ലപോലെ ഫുഡ് കഴിക്കണം. ഒത്തിരി വേണ്ടെന്ന് വീണ്ടും ബ്രാക്കറ്റിലുണ്ട്. തടിയൊന്നും വെക്കണ്ട. പിന്നെ എന്താ, ഒന്നുമില്ല. നീ വരുമ്പോഴത്തേനും ഡെറിക്ക് കുഞ്ഞിപ്പാപ്പിന്ന് വിളിക്കുവായി. അപ്പോൾ ലെറ്റർ കുറച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും എന്താ സ്റ്റോറേജ് കഴിഞ്ഞു. അപ്പം ഞാനത് കുറച്ച് കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് വരികയാണ്. ബാക്കി ലെറ്റർ ഞാൻ വായിക്കുന്നില്ല. അപ്പം നമുക്ക് കാണാം എൻ്റെ വീട്ടിൽ എന്തൊക്കെയാണ്. ഫസ്റ്റ് തന്നെ ഞാൻ കാണിക്കുകയാണ്. എൻ്റെ ചെറുക്കന് ഭയങ്കര ഇഷ്ടമുള്ള പൊട്ടാണ്. നിങ്ങൾ വിചാരിക്കും എന്ത് ഈ പൊട്ട്. ഇത് ഞാനും എൻ്റെ ചെറുക്കനും തമ്മിലൊരു ഒരു കാര്യമുള്ളത് കൊണ്ടിട്ട് എനിക്കിത് ഇഷ്ടമാണ്. അതുകൊണ്ടിട്ട് എനിക്ക് നാട്ടിൽ നിന്ന് വാങ്ങിപ്പിച്ചതാണ്. ഇത്രയായിരിക്കും ഞാൻ വിചാരിച്ചില്ല കേട്ടോ. ഇത് ഒരുപാടുണ്ട്. എനിക്ക് ഈ ഒരു ജന്മത്തിൽ എനിക്ക് വേണ്ടാന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ നമുക്ക് പെട്ടി തുറക്കാം. പിന്നെ വേറൊരു ആംഗിളിൽ ഈ ഫോണൊന്ന് വെച്ചോട്ടെ, നിങ്ങൾക്ക് നന്നായിട്ട് കാണാൻ പറ്റും. ഇത് ഏത് ആംഗിൾ പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ല എന്നൊക്കെ തോന്നുന്നുണ്ടെങ്കിലും വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു വലിയ പെട്ടിയിൽ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഞാൻ ഓൾറെഡി ഇത് അൺറാപ്പ് ചെയ്തു. അതായത് അവർ പാക്ക് ചെയ്ത് തന്ന പോലെ അല്ല ഇപ്പം ഇരിക്കുന്നത്. അവർ പാക്ക് ചെയ്തിട്ടുള്ള ചില സാധനങ്ങൾ, അതായത് ലീക്ഡ് ആയിട്ടുള്ള സാധനങ്ങൾക്കും ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ സൈഡിൽ കാണിച്ചു പോകുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് പറയാനുള്ളത് പപ്പടത്തിൻ്റെ കാര്യമാണ്. അതായത് നമ്മൾ ഒരു 3 പാക്കറ്റ് പപ്പടം ആയിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതിൽ ഈ ഒരൊറ്റ പാക്കറ്റിലെ പപ്പടം ഈ ഭയങ്കരമായിട്ട് ചീത്തയായി, പൂത്തുപോയി. എന്താ പറയാ, പൂത്തുപോയി. ഇനി നെക്സ്റ്റിൽ നമ്മളിവിടെ അച്ചാറുകളാണ് തന്നെ പുറത്താക്കട്ടോ. ഇത് മത്തി അച്ചാറാണ്. എൻ്റെ അമ്മ ചെയ്തതാ മത്തി അച്ചാർ. എന്നാ ടേസ്റ്റാന്ന് അറിയുമോ? അങ്ങനെ മത്തി അച്ചാറുണ്ട്. അച്ചാർ സെക്ഷൻ അത് കാണിച്ചു തരാം. പിന്നെ മാങ്ങ അച്ചാറുണ്ട്. എനിക്ക് വയ്യക്ക് എന്നാ വേണം. പിന്നെ നമ്മുടെ വെളുത്തുള്ളി അച്ചാർ, ഒരുപാട് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കറിയോ, ഞാൻ കുറേ നാളെ കറിവേപ്പില കഴിച്ചിട്ട്. അപ്പോൾ കുറേ കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നല്ല ടേസ്റ്റുള്ള വെളുത്തുള്ളി അച്ചാർ. പിന്നെ പിക്കിൾ ഐറ്റംസിലുള്ളതൊരു സാധനമാണ് നമ്മുടെ നെല്ലിക്ക ഉപ്പിലിട്ടത്. ആക്ച്വലി എനിക്ക് ഇതിൻ്റെ വെള്ളമാണ് ഭയങ്കര ഇഷ്ടം. പക്ഷെ അതായത് നെല്ലിക്ക ഇഷ്ടമില്ലെന്നല്ല കേട്ടോ, എന്നാലും ആ ഒരു വെള്ളം ഉണ്ടെങ്കിലല്ലേ അതിൻ്റെ ടേസ്റ്റൊക്കെ ഉണ്ടാവുള്ളൂ. കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇതിൻ്റെ ഉള്ളിൽ വെള്ളമൊന്നും ഇല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും വെള്ളമല്ലേ ലീക്കാവില്ലേ എന്ന്. ഇത് ലീക്കാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മൾ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള ഒരു കൊറിയർ പാർട്ട്ണറെ നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ തരി വെള്ളമില്ല. ആൻഡ് നമ്മൾ ഇതിൻ്റെ വെള്ളം കൂടെ കൂട്ടിയിട്ടായിരിക്കുമല്ലോ വെയിറ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ ഇത്രയാണ് പിക്കിൾ ഐറ്റംസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അടുത്തത് കാണിച്ചത് ഫുഡ് ഐറ്റംസ് ആയതുകൊണ്ടും ഓൾറെഡി നമ്മൾ ലേറ്റ് ആയിട്ടാണ് ഇത് കിട്ടിയത് കൊണ്ടിട്ടും നമ്മൾ പിക്കിൾസ് എല്ലാം ഉടനെ തന്നെ ഫ്രിഡ്ജിനുള്ളിലോട്ട് ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നതാണ് നമ്മളുടെ ചായപ്പൊടി. എനിക്ക് ചായ കുടിക്കാൻ ഇടയ്ക്കൊക്കെ ഉണ്ടാവും, വല്ലപ്പോഴും ഒരു കൊതികരല്ലേ. അപ്പം നമ്മളുടെ ചായപ്പൊടി. പിന്നെ ഉള്ളതാണ് ഇത്. ഞാൻ എന്താ പറയുക, കാറ്റഗറി ചെയ്ത് ഇങ്ങനെ വെച്ചിട്ടില്ല. ഐറ്റംസ് ഇത്ര ഇങ്ങനെയൊക്കെ ഇങ്ങനെ കാണുന്ന എടുക്കാം കേട്ടോ. പിന്നെ ഇതാണ് പാവയ്ക്ക ഉണക്കിയത്. ഒരു ഇടയ്ക്കൊക്കെ ഒന്ന് എനിക്കിത് കഴിക്കാൻ തോന്നുന്നുണ്ട്. എനിക്ക് എന്തൊക്കെ കഴിക്കാൻ തോന്നുന്നുണ്ടോ അതെല്ലാം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറില്ലേ, മറ്റേ മസാല സ്റ്റാർ, അതായത് നമ്മളത് ബിരിയാണിക്കൊക്കെ ഇടുന്നത്, മന്തിക്കൊക്കെ ഇടുന്നത് അത്. പിന്നെ മന്തിക്ക് ബിരിയാണിക്കൊക്കെ ഇടുന്ന ബേ ലീഫ് ഇല്ലേ, അത്. ഇതൊക്കെ നമ്മുടെ വീട്ടിലുണ്ടായത് കേട്ടോ. അമ്മയ്ക്ക് സന്തോഷമാവില്ല ഇങ്ങനെയൊക്കെ ഞാൻ പറയുമ്പോൾ. പിന്നെ കായ്, നമ്മുടെ സാമ്പാർ എല്ലാ സാധനത്തിനും കായ ആവശ്യമുണ്ടല്ലോ, അപ്പൊ കായപ്പൊടി കുറച്ച്. പിന്നെ ഇത് ഇങ്ങനെയൊന്നും അല്ലാണ്ട് പാക്കിങ് ഉണ്ടായിരുന്നത്, വേറെ രീതിയിലാണ് നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത് ഞാൻ ഇവിടെ വന്നിട്ട് മാറ്റിയതാണ് മസാലപ്പൊടി എനിക്ക് അമ്മ കുറച്ച് പൊടിച്ച് തന്നിട്ടുണ്ടായിരുന്നു. അത് കഴിയുമ്പോഴേക്കും എനിക്ക് പൊടിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കൂട്ടായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ.
അങ്ങനെ മസാലപ്പൊടി ആൻഡ് മസാല കൂട്ട്. പിന്നീട് ഉണക്ക ചെമ്മീൻ. ഞാൻ കോമഡി ആണെങ്കിൽ ഇത് നോട്ട് ചെയ്യണം കേട്ടോ, ഇതിന്റെ സ്റ്റോറി ഞാൻ പറയും. ഉണക്ക ചെമ്മീൻ മണം. ഉണക്ക ചെമ്മീൻ എവിടെ നിന്നല്ലേ നല്ല മണം ഉണ്ടാവുക. ഉണക്ക മീന് ഇത് ഞാൻ 1 കിലോന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞെങ്കിലും 1 കിലോ എന്ന് വെച്ചാൽ ഇത്ര കൂടുതലാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പക്ഷെ 1 കിലോ ഒരുപാടുണ്ട്. ഇതിന് മണമുണ്ട്. എന്ത് കിട്ടിയാലും മണത്ത് നോക്കുന്ന ഒരു ഇതായതുകൊണ്ടേ മുളക് പൊടി വരെ ഞാൻ മണത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതും ഈ ഒരു ബോട്ടിലല്ല ഉണ്ടായിരുന്നത്, വേറെ ബോട്ടിലിൽ നിന്ന് ഞാൻ മാറ്റിയതാണ്. നാൽപ്പരാമതി എണ്ണ. ടാനൊക്കെ അടിച്ചിരിക്കുമ്പോൾ നമുക്ക് നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ കുറേ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഡെയിലി അല്ല, എനിക്ക് വല്ലപ്പോഴും എപ്പോഴാണ് സമയം കിട്ടുന്നത് അപ്പോഴൊക്കെ ഞാൻ നാൽപ്പരാമതി എണ്ണ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കൊണ്ടാട്ട മുളക്. നിങ്ങൾക്ക് എത്ര പേർക്ക് ഇഷ്ടമുണ്ട് കൊണ്ടാട്ട മുളക്? എനിക്കിഷ്ടമാണ്. ഭയങ്കരമായിട്ട് എപ്പോഴും കഴിക്കാനല്ല കേട്ടോ, വല്ലപ്പോഴും കഴിക്കാൻ ഇഷ്ടമാണ്. ഇത് ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ കഴിച്ചിട്ടില്ല കേട്ടോ. ലൈഫിൽ കഴിച്ചിട്ടില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂവപ്പൊടി. കൂവപ്പൊടി വയറുവേദനയ്ക്കൊക്കെ നല്ലതാണെന്നാണ് ഞാൻ കേട്ടത്. കൂവപ്പൊടി. പിന്നെ പുളി, വാളംപുളി. വാളംപുളി ഇതൊന്നൊക്കെ ചുമ്മാ ചുമ്മാ കഴിക്കാനല്ല, ഇതെല്ലാം തമിഴിലിടാൻ. വാളംപുളി. പിന്നെ നമ്മൾക്ക് നമ്മുടെ വീട്ടിലവിടെ വാങ്ങിക്കുന്നയാ എന്ത് സേമിയ, ക്യാരറ്റ് സേമിയ. അത് നമുക്ക് പുട്ട് ഉപ്പുമാവൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ എൻ്റെ വ്ളോഗില് നെക്സ്റ്റ് അടുത്ത എപ്പോഴെങ്കിലുള്ള വ്ളോഗില് ഫുഡൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന്. എനിക്കും അറിയില്ല, നമുക്ക് ഒരുമിച്ച് പഠിക്കാം. പിന്നെ നമ്മൾക്ക് ഉണക്കക്കപ്പ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് ചില സമയത്ത് ഭയങ്കരമായിട്ട് നാട് മിസ് ചെയ്യും ഫുഡ് കാണുമ്പോൾ, പ്രത്യേകിച്ച് ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒക്കെ. ഇപ്പൊ എന്താ ബാക്കി പണ്ടൊക്കെ അറിയുന്നത് വിചാരിക്കും ഇവിടെ എപ്പോഴും ചക്കപ്പുഴുക്കും കപ്പപ്പുഴുക്കും ഒക്കെ തിന്നേക്കണേന്ന്. ഞാൻ ചെറുക്കൻ്റെ വീട്ടിൽ പോയപ്പോൾ അവിടെ ചക്കപ്പുഴുക്കാണ് മിക്കപ്പോഴും ഉണ്ടാവുക. അവിടെ കഴിച്ച് എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിപ്പോൾ അത് കിട്ടുന്നില്ലല്ലോ, അപ്പൊ എനിക്ക് ഭയങ്കര സങ്കടമൊക്കെ ആവും. അപ്പൊ ചക്ക കൊടുത്തിടാൻ പറ്റാത്തതുകൊണ്ട് കപ്പ ഉണങ്ങിയത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി അതൊക്കെ ഉണ്ടാക്കി ഞാൻ കാണിച്ച് തരാം. പിന്നെ ഉള്ളതാണ് നമ്മുടെ കൊടംപുളി. കൊടംപുളി ഞാൻ മീൻകറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് എന്തിനായിരിക്കുമല്ലോ ഇടുന്നത്, എല്ലാവരും എന്തിനായിരിക്കുമല്ലോ ഇടുന്നത്. ഇതെന്താണെന്ന് അറിയുമോ? മാങ്ങ ഉണക്കിയത്. ഇതില്ലേ, എനിക്ക് കണ്ടപ്പോൾ തന്നെ ഞാൻ എടുത്ത് കഴിച്ചപ്പോൾ എനിക്ക് സങ്കടം വരിക. അതായത് ഇത് മാങ്ങ ഇത്രയും കുഞ്ഞായിട്ട് അരിയണമെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പം അത്രയും കഷ്ടപ്പെട്ട് ഇത് അരിയുമ്പോൾ എനിക്ക് വീഡിയോ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടനും നാട്ടിൽ ലീവിന് വന്ന ചേട്ടൻ വരെ ഇതിരുന്ന് അരിയുവാ. അപ്പോൾ അവരുടെയൊക്കെ അധ്വാനമല്ലേ ഞാനിത് ചുമ്മാ ഇരുന്ന് കഴിക്കുന്നതെന്ന് തോന്നും. പക്ഷെ എനിക്കതൊരു വിഷമമൊന്നുമില്ല. താങ്ക് യു. പിന്നെ എൻ്റെ മസാലപ്പൊടികൾ. ഇതിൽ നമുക്കുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എൻ്റെ ഫോണിൽ സ്റ്റോറേജ് ഭയങ്കര കുറവാണ്, അപ്പോൾ നമ്മൾ പെട്ടെന്ന് പറഞ്ഞ് തീർക്കണം. അപ്പോൾ ഇതിൽ നമുക്കുള്ളത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി. ആൻഡ് ലാസ്റ്റ് നമ്മുടെ പെട്ടിയിലുള്ളതാണ് തിന്നുന്ന സാധനം. ഇതിലെല്ലാം നമുക്ക് ഞം ചെയ്യാനുള്ള സാധനങ്ങളാണ്, അതായത് റെഡി ടു ഈറ്റ്. ഇതിലെന്തൊക്കെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരട്ടെയോ? അയ്യോ, എനിക്ക് സന്തോഷം കൊണ്ട് ഇരിക്കാൻ പോയ ചക്ക പറ്റല്ലേ. ഇതിൽ നമ്മുടെ വീട്ടിലെ നമ്മുടെ ചേച്ചിയും അതുപോലെ അമ്മയും പറഞ്ഞത് ഇത് ഫുള്ളും ഉണ്ടായിരുന്നുണ്ട്. പക്ഷെ എൻ്റെ കൈ കിട്ടിയപ്പോൾ എനിക്ക് ഇത്രയേ ഉള്ളൂ. എനിക്ക് അതിന് എൻ്റെ ഇടയിൽ എന്താ സംഭവിച്ചിരിക്കണമെന്ന് അറിഞ്ഞൂടാ കേട്ടോ. പിന്നെ നമ്മുടെ ആ പെട്ടിയിൽ, അതായത് തിന്നുന്ന സാധനങ്ങളിലുള്ളതാണ്. ഇത് ഞാൻ കുറച്ച് പൊട്ടിച്ചായിരുന്നേ. ഇതിൻ്റെ പേര് ചേച്ചി പറഞ്ഞത് എന്തുവായിരുന്നു? അയ്യോ, എന്തോ പറഞ്ഞ അന്നൊരു സാധനം പള്ളിപ്പെരുന്നാളൊക്കെ ഇടുന്ന ചേച്ചി പറഞ്ഞ അത്. പിന്നെ മിക്സറ്. പിന്നെ ഒരു മിനിറ്റ്, ഇപ്പൊ കാണിച്ചു തരാം കേട്ടോ. ഇപ്പൊ കാണിച്ചു തരാം. ഇതിനകത്ത് എങ്ങനെയാണെന്ന് അറിയത്തില്ല, സ്പേസ് ഇല്ലാന്ന്. അപ്പൊ നമ്മൾ എള്ളുണ്ട വരെ കണ്ടില്ലേ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ചിപ്സ് ആണ് കേട്ടോ. ചിപ്സ് ഇനിയുള്ളതാണ്
കാണിച്ചു കേട്ടോ. മുറുക്ക് നല്ല രസത്തിൽ ലേമൺ ചവയ്ക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇത്ര സാധനങ്ങളാണ് നമുക്ക് ഞമ്മിനുള്ളത്. നിങ്ങൾ വിചാരിക്കരുത് ഇത്ര സാധനം ഒറ്റയ്ക്ക് ഞാൻ തിന്നുമെന്ന്. ഒറ്റയ്ക്കല്ല, എനിക്ക് കുറച്ച് ആൾക്കാർക്ക് കൊടുക്കാറുണ്ട്. അപ്പം ഞാൻ കുറച്ച് എല്ലാവരും കൊടുക്കും. അപ്പോൾ ഇത്രയും സാധനങ്ങളായിരുന്നു എനിക്ക് എൻ്റെ വീട്ടിൽ നിന്ന് അയച്ചിട്ടുണ്ടായിരുന്നത്. ഇതുവരെ ഞാൻ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ പറഞ്ഞത്. ഇനി കുറച്ച് വിഷമകരമായിട്ടുള്ള കാര്യങ്ങളുണ്ട്, നമുക്കതും കൂടെ കേട്ടിട്ട് വരാം. ഒരു കാര്യം കൂടെ ഉണ്ടായിരുന്നു, അത് ഞാൻ പറയാൻ വിട്ടുപോയത്. അത് ഞാൻ കളഞ്ഞ് ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് വീഡിയോ കാണിച്ചു തരാം. ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചത്, കുറേ നാളായിട്ട് ആഗ്രഹിച്ച് എനിക്ക് ഹൽവ കഴിക്കാൻ ഭയങ്കര പുതിയായിരുന്നു. അപ്പോൾ ഹൽവ കഴിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ വീട്ടുകാർ എനിക്ക് ഹൽവയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ അത് ഭയങ്കരമായിട്ട് കാറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്നിട്ട് ഞാൻ കഴിക്കാൻ ശ്രമിച്ചു. അതായത് എനിക്ക് അത്ര കൊതിയാണ്, കഴിച്ചിട്ട് എനിക്ക് ഇവിടെ നിന്ന് ഇറങ്ങുന്നില്ല. അതായത് കീലൊക്കെ ഇല്ല, അതായത് കട്ടിയുള്ളൊരു സാധനം. ആ എണ്ണൻ്റെ ടേസ്റ്റ് ഇങ്ങനെ വരും. അത് കുറച്ച് നേരത്തേക്ക് എനിക്കത് ഇങ്ങനെ നെഞ്ചരിച്ചിലായിരുന്നു അത് കഴിച്ചിട്ട്. അത് കളഞ്ഞു. ഞാൻ വീഡിയോ സൈഡിൽ കാണിക്കുന്നുണ്ടാവും. ഞാനത് കളഞ്ഞു, കാരണം അത് കഴിക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ ഒരു സാധനമാണ്. അത് കഴിക്കാൻ ഇച്ചിരിയെങ്കിലും പറ്റുമെങ്കിൽ അത് കഴിക്കുമായിരുന്നു. എനിക്ക് അത്രയും കൊതിയാണ് അത് കഴിക്കാൻ വേണ്ടിയിട്ട്. എൻ്റെ ഫോണിൻ്റെ സ്റ്റോറേജ് ഭയങ്കര പ്രശ്നമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോ, അതായത് നമ്മൾ സ്റ്റോറി പകുതിയല്ലേ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, എന്തൊക്കെയോ ഞാൻ പറഞ്ഞു, എവിടെ വെച്ചിട്ടോ എൻ്റെ ഇത് പോയായിരുന്നു. എനിക്ക് ഈ സാധനങ്ങളൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാവരോടും താങ്ക് യു. ഞാൻ എൻ്റെ ബാക്കിയുള്ള ആ ഒരു എക്സ്പീരിയൻസ്, ആ ഒരു കൊറിയർ സർവീസിൻ്റെ എക്സ്പീരിയൻസ് എല്ലാം ഞാൻ നെക്സ്റ്റ് വീഡിയോയിലായിരിക്കും പറയാനുണ്ടാവുക. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഞാൻ നിർത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു. ആൻഡ് എൻ്റെ ഈ ഒരു ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം.